ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നതുമായ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നാളത്തെ റിലീസുകൾ ഏതൊക്കെയെന്നുള്ളതും ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നുണ്ട്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തുടരുന്ന പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ സഹസിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ജിയോ ഹോട്ട്സ്റ്റാറാണ്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ മെയ് മാസം 29 അല്ലെ 30 റിലീസ് ചെയ്യുന്നുള്ള റൂമേഴ്സ് ഇങ്ങനെ വന്നിരുന്നു, റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ജൂൺ മാസം 6 ആയിരിക്കും ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള റൂമേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു സിനിമയുടെ OTT റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരുവിധം മലയാളികളൊക്കെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ ശശികുമാർ പ്രധാന വേഷം കൈകാര്യം ഒരു ഫാമിലി ഫീൽ ഗുഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ലോ ക്വാളിറ്റി പ്രിന്റ് ഹിന്ദുസ്ഥാനിൽ റിലീസ് ചെയ്തിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെയും OTT റിലീസ് ജൂൺ മാസം 6 പ്രതീക്ഷിക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ മലയാളം അടക്കമുള്ള ഓഡിയോയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സിനിമയുടെ റിലീസ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സിന്നേഴ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി ജൂൺ മാസം 3 റിലീസുകൾ അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. റെന്റ് ഓപ്ഷനിലായിരിക്കും വരിക. അതുകൂടാതെ ആപ്പിൾ TV പ്ലസിൽ ഈ സിനിമ അതേ ദിവസം തന്നെ അവൈലബിൾ ആയിരിക്കും. അടുത്തത് ഒരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മേഘ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മെയ് മാസം 23 ഈ സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യുന്നതാണ്. അതായത് ഇന്ന് രാത്രി 12 ശേഷമാണ് റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. പ്രേംകി അമരനൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ് വല്ലമൈ എന്ന് പറഞ്ഞ സിനിമ. വല്ലമൈ ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴിയാണ് ഇന്ന് രാത്രി 12 ശേഷം നാളെ മെയ് മാസം 23 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ജനക ഐത്തെ ഗനക എന്നാണ് സിനിമയുടെ പേര്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം അതായത് മെയ് മാസം 23 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് മലയാളത്തിലുള്ള ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഹണ്ട് എന്ന് പറഞ്ഞ സിനിമ. ഭാവന പ്രധാന വേഷം കൈകാര്യം ഷാജി കലസ് സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം മെയ് മാസം 23 മലയാളം മാക്സ് സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഒരു മലയാള സിനിമയാണ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് അഭിലാഷ് എന്ന് പറയുന്ന സിനിമ. സൈജു കുറുപ്പ് അർജുൻ അശോകൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമ ആമസോൺ പ്രൈമിൽ അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലാണ് ഇന്ന് രാത്രി 12 ശേഷം അതായത് മെയ് മാസം 23 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. സൈറൻസ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഓൾറെഡി ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. നോക്ക് നോക്ക് കോൻ ഹേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. MX Player OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസ് ആണ്. ഹെഡ് ബീറ്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹെഡ് ബീറ്റ് സീസൺ 2 ആണ്, രണ്ടാമത്തെ സീസൺ ആണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതും ഇന്ന് രാത്രി 12 ശേഷം അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ നാളെ വേറെയും സിനിമകൾ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ സർപ്രൈസ് റിലീസുകൾ ഏതെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് നിന്നും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.